കാൽക്കുലേറ്റ് ദ അർത്തമാറ്റിക് മീൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അവിടെ ക്ലാസ്സുകളും ഫ്രീക്വൻസികളും തന്നിട്ടുണ്ട്. ക്ലാസ്സുകൾ 0 to 4, 4 to 8, 8 to 12, 12 to 16. ഫ്രീക്വൻസി 1, 4, 3, 2. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്യാം. ക്ലാസ്സുകളും ഫ്രീക്വൻസീസും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ FIകളാണ്. ഇനി നമുക്ക് മിഡ് വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാ ക്ലാസ്സുകളുടെയും മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ മിഡ് വാല്യൂവിനെയാണ് XI കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 to 4 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ 0 + 4 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ 4/2 എന്ന് വരും 2. 4 to 8 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ 4 + 8 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ 6. അതുമാതിരി 8 + 12 ഡിവൈഡ് ബൈ 2 ദറ്റ് ഈസ് 10. 12 + 16 ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് 40. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകളുടെ മിഡ് വാല്യൂസ് എഴുതുന്നത്. ഇപ്പോൾ XIകളും FIകളും റെഡിയാണ്. ഇനി നമുക്ക് X ബാർ കണ്ടുപിടിക്കണം. X ബാർ കാണാനുള്ള ഫോർമുല സമ്മേഷൻ I is equal to 1 to n XI into FI ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഇപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 10. ഇവരെല്ലാവരും ഫ്രീക്വൻസികളിൽ ആഡ് ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് XI ഇൻറ്റു FIയുടെ കോളം എഴുതാം. XI ഇൻറ്റു FI. 1 into 2, 4 into 6, 24, 3 into 10, 30, 2 into 14, 28. ഇതാണ് XI ഇൻറ്റു FIയുടെ കോളം. അവരുടെ സമ്മാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സമ്മേഷൻ XI ഇൻറ്റു FI വിച്ച് ഇസ് ഈക്വൽ ടു ഇവരെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 84 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ ദറ്റ് ഈസ് X ബാർ ഇസ് ഈക്വൽ ടു 84 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N which is 10 which is equal to 8.4. ഇപ്പോൾ 8.4 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്തമാറ്റിക് മീനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ അർത്തമാറ്റിക് മീൻ. ഇവിടെ ക്ലാസ്സുകൾ 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69. ഫ്രീക്വൻസീസ് 3, 5, 7, 2, 8 and 4. ഇവിടെ ക്ലാസ്സുകൾ ശരിക്കും പറഞ്ഞാൽ ഇൻക്ലൂസീവ് ക്ലാസ്സസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എക്സ്ക്ലൂസീവ് ക്ലാസ്സാക്കി മാറ്റണം. പക്ഷേ ഈ മാത്തമാറ്റിക്കൽ ആവറേജുകളിലെല്ലാം നമ്മൾ മിഡ് വാല്യൂസ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകളുടെ മിഡ് വാല്യൂ കാണുമ്പോൾ അത് അപ്പോൾ നമ്മളിപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ്സസ് ആണെച്ചാലും അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് ആയി മാറ്റിയാലും സെയിം മിഡ് വാല്യൂ ആണ് കിട്ടുക. അതുകൊണ്ടിപ്പോൾ ഇവിടെ മാറ്റേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മാത്തമാറ്റിക്കൽ ആവറേജസിൽ എല്ലാത്തിലും തന്നെ ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകളും ഫ്രീക്വൻസി ഞാൻ എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് FI. ഇനി നമുക്ക് മിഡ് വാല്യൂ XI നോക്കാം. മിഡ് വാല്യൂ XI അല്ലേ. അപ്പോൾ എന്തായിരിക്കും മിഡ് വാല്യൂ ഇവിടെ 10 + 19 ദറ്റ് ഈസ് 29 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. ദറ്റ് ഈസ് 14.5. അതുമാതിരി 20 + 29 49/2 ആണ് വരുന്നത്. 24.5. അങ്ങനെ അടുത്തത് മിഡ് വാല്യൂ 34.5, 44.5, 54.5 ആൻഡ് 64.5. ഇങ്ങനെയാണ് മിഡ് വാല്യൂസ് വരുന്നത്. അപ്പോൾ ഇനി X ബാറിൻ്റെ ഫോർമുല നമ്മൾ ആദ്യം ഡയറക്റ്റ് ഫോർമുല വെച്ചിട്ട് ചെയ്യാം. X ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ XI FI ഈസ് ഈക്വൽ ടു 1 to n ഡിവൈഡ് ബൈ ക്യാപിറ്റൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ N കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസീസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 29 ആണ്. ഇനി നമുക്ക് XI ഇൻറ്റു FI അല്ലെങ്കിൽ FI ഇൻറ്റു XI ആ കോളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. 3 ഇൻറ്റു 14.5, 43.5, 5 ഇൻറ്റു 24.5, 122.5, 7 ഇൻറ്റു 34.5, 241.5, 2 into 44.5 this 89, 8 into 54.5 436, 4 into 64.5 258. ഇപ്പോൾ XI FI സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് സമ്മേഷൻ XI ഇൻറ്റു FI വരെ ആഡ് ചെയ്യുമ്പം 1190.5 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ വാട്ട് ഈസ് X ബാർ? X ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ XI ഇൻറ്റു FI ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N.
വിച്ച് ഇസ് 1190.5 ഡിവൈഡഡ് ബൈ 29 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 41.05. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ എന്ത് കിട്ടിയിരിക്കുന്നത്, അരിത്തമാറ്റിക് മീൻ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ മെത്തേഡ് നമുക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, കാരണം ഇവിടെ മിഡ് വാല്യൂസ് എല്ലാം പോയിന്റ് വരുന്ന ആളുകളാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് കൂടി അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ നോക്കാം. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ് ഐകളെ ഡി ഐകളായിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. ഡി ഐ എന്ന് പറഞ്ഞാൽ എക്സ് ഐ മൈനസ് എ ഡിവൈഡഡ് ബൈ സി ആണെങ്കിൽ അങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഡി ബാർ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഡി ബാർ കണ്ടുപിടിക്കുന്നത് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ എഫ് ഐയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ വരുന്നത്, ഡി ഐ ഇൻറ്റു എഫ് ഐ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ. അപ്പോൾ ഡി ബാർ കിട്ടി അല്ലേ. അപ്പോൾ ഡി ബാർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സ് ബാർ കിട്ടുന്നത്, എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സി ഇൻറ്റു ഡി ബാർ. ഈ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സസ്, ഫ്രീക്വൻസീസ്, പിന്നെ നമ്മൾ എക്സ് ഐകൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡി ഐകൾ കണ്ടുപിടിക്കും. അപ്പോൾ ഡി ഐ ഞാൻ എഴുതാൻ പോകുന്നത് എക്സ് ഐ മൈനസ് ചെയ്യുന്നത് ഏകദേശം ഒരു മിഡിൽ വരുന്ന ഒരു വാല്യൂ. നമുക്കൊരു 34.5നെ മിഡിൽ വരുന്ന ഏകദേശം മിഡിൽ വരുന്ന ഒരു വാല്യൂ ആയിട്ട് 34.5നെ മൈനസ് ചെയ്യാം. അപ്പം എ എന്താണ് ഇവിടെ ഞാൻ എ ആയിട്ട് എടുത്തിരിക്കുന്നത് 34.5 ആണ്. 34.5 ആണ് എൻ്റെ ഒറിജിൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ എടുത്ത നമ്പർ. ഇനി നമ്മൾ ഇവിടുത്തെ ഗ്യാപ്പ് നോക്കുക, ഇവിടുത്തെ ഗ്യാപ്പ് നോക്കിയാൽ മതി. അതാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യേണ്ടി വരിക. ഇവിടെ എല്ലാം 10ൻ്റെ ഗ്യാപ്പാണ്. അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ഞാൻ 10 കൊണ്ടാണ് ഇവരെല്ലാം ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവരെ മൈനസ് ചെയ്താൽ 10 കൊണ്ട് 10ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ വാല്യൂ നോക്കാം. 14.5 മൈനസ് 34.5. അപ്പോൾ എത്രയാണ് വരിക, 20 എന്ന് വരും. -20 വരും. -20 ഡിവൈഡ് ബൈ 10 -2. അടുത്തത് 24.5 minus 34.5, that is minus 10 divided by 10 minus 1. That is 34.5 minus 34.5 by 10, 0. 44.5 minus 34.5, 10 by 10 is 1. അതുമാതിരി ഇവിടെ 2 വരും, ഇവിടെ 3 വരും. ഇതാണ് ഡി ഐകൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്, ഡി ഐ ഇൻറ്റു എഫ് ഐ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ആ കോളം എഴുതുന്നു, ഡി ഐ ഇൻറ്റു എഫ് ഐ എന്ന് പറഞ്ഞ കോളം. അപ്പോൾ ഇതാണ് എഫ് ഐകൾ, ഫ്രീക്വൻസികൾ. അപ്പോൾ ഡി ഐ ഇൻറ്റു എഫ് ഐ എന്ന് പറഞ്ഞ കോളം എഴുതുക. ഇവർ രണ്ടുപേരെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എഫ് ഐയും ഡി ഐയും. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, ഇൻറ്റു -2 -6, 5 ഇൻറ്റു -1 -5, 7 ഇൻറ്റു 0 0, 2 ഇൻറ്റു 1 2, 8 ഇൻറ്റു 2 16, 4 ഇൻറ്റു 3 12. അപ്പം നമ്മളിനി സമ്മേഷൻ ഡി ഐ ഇൻറ്റു എഫ് ഐ ആണ് കാണേണ്ടത്. ഇവരെ എല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് 19 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ -11ഉം വരും. ഇവിടെ എത്ര വരും, -11ഉം 16 പ്ലസ് 12 28 പ്ലസ് 2 13 വരും. അപ്പോൾ 30 മൈനസ് 11 അങ്ങനെ 19 എന്നാണ് കിട്ടുന്നത്. നമുക്ക് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് ക്യാപിറ്റൽ N is equal to 29. അപ്പോൾ വാട്ട് ഈസ് ഡി ബാർ, ഡി ബാർ is equal to summation ഡി ഐ എഫ് ഐ, ദറ്റ് ഈസ് 19 ഡിവൈഡഡ് ബൈ 29 വന്നിട്ടുണ്ട് അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 0.655 എന്നാണ് വരുന്നത് ഡി ബാർ. Therefore, what is x bar? X bar is equal to a plus c into d bar. അല്ലേ, ഇവിടെ എന്താ സി, സി നമ്മൾ ഡിവൈഡ് ചെയ്ത നമ്പർ ദറ്റ് ഇസ് 10. അപ്പോൾ എ പ്ലസ് എ ഇസ് 34.5 പ്ലസ് സി വിച്ച് ഇസ് 10 ഇൻറ്റു 0.655. അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു 34.5 പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, 10 ഇൻറ്റു ദിസ് പറഞ്ഞാൽ 6.55. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 41.05. ഇപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്തപ്പോൾ നേരത്തെ അതേ ആൻസർ ഒന്നും വ്യത്യാസമില്ല, നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയാണ് വന്നിരിക്കുന്നത്. 41.05 എന്നുള്ള ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി, കാരണം നമ്മൾ വാല്യൂസ് എല്ലാം നമ്മൾ ചെറുതാക്കി എടുത്തു, ഈ ഡി ഐ എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ട്. ഓക്കെ.